Meta made $16 billion from scam and fraudulent ads last year, and they knew it. അതായത് റൂയിറ്റേഴ്സിൻ്റെ റീസെൻ്റ് ആയിട്ട് പുറത്തു വന്ന മെറ്റയുടെ ഇൻറ്റേർണലി ലീക്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് പറയുന്നത് ഒരു ദിവസം ആവറേജ് യൂസേഴ്സ് മെറ്റയിലുള്ള യൂസേഴ്സ് 15 ബില്യണോളം സ്കാം ആൻഡ് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആഡ്സ് കാണുന്നുണ്ടതാണ്. അത് മെറ്റയ്ക്ക് അറിയും, പക്ഷേ അത് 95% ഫ്രോഡുലൻ്റ് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവരത് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള റൈറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഏകദേശം അവരുടെ 2024 റവന്യൂവിൻ്റെ 10% അവർ ഏൺ ചെയ്തിട്ടുള്ളത് ത്രൂ ഇതുപോലത്തെ സ്കാം ആൻഡ് ഫ്രോഡുലൻ്റ് ആഡ്സ് ആണ്. സോ ഇത് എന്തിനാണ് പറയുന്നത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ്സ് എവിടെ കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ നോക്കണം. ആൻഡ് യൂസേഴ്സിന് എന്താണ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ആഡ് കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാതും നോക്കിയതിന് ശേഷം മാത്രം വലിയ പർച്ചേസിങ്ങുകളോ അല്ലെങ്കിൽ സർവീസുകളൊക്കെ എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ആയിരിക്കും പോകുന്നത്. കാരണം ഒരുപാട് ഫ്രോഡായിട്ടുള്ള ആക്ടിവിറ്റീസ് ആഡ്സ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ആൽഗോരിതം ഓട്ടോമാറ്റിക്കലി നമുക്ക് അതുപോലത്തെ ഒരുപാട് ആഡ്സ് വരും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, നമ്മളത് എൻക്വയറി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതൊക്കെ മെറ്റയ്ക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ജസ്റ്റ് അവർ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുന്നില്ല. ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ട്രസ്റ്റിനെ വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. സോ ആഡ്സിന് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ ആളുകൾ തിരഞ്ഞു പോകാനുള്ള ഒരു റീസൺ ആയിട്ട് ഇത് കാരണമാകും. കാരണം ഇതിൽ നല്ല രീതിയിൽ ആഡ് ചെയ്യുന്ന ആളുകളുടെ ട്രസ്റ്റിനെയും അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിൻ്റെ അതോറിറ്റിയെയും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇതൊന്നും ജസ്റ്റ് മെറ്റ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തില്ല, റോയിട്ടേഴ്സിൻ്റെ ബ്ലോഗ്സിലും അവരുടെ ന്യൂസിലും ആയിട്ട് വന്നതാണ്. സോ ഇതൊന്നും പക്ക കൺഫേംഡ് അല്ല. മെറ്റ പറയുന്നത് ഇതിൽ ഒരുപാട് നിയമാനുസൃതമായിട്ടുള്ള ആഡ്സ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് സ്കാം ആഡ്സ് നമ്മൾ ഡെയിലി കാണുന്നതാണ്. സോ ബി അവെയർ. ഓക്കെ.